നമസ്കാരം. ഫണ്ട് റിസ്ക്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയുന്ന പോലെ തന്നെ ഒത്തിരി പേര് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസ് കൊടുക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഓൺലൈനായിട്ട് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കുറേ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ കുറേ ആപ്പുകൾ മുതൽ വെബ്സൈറ്റുകൾ വരെയുണ്ട്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസും ഉണ്ട് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ളവരെ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ളത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഫേംസും ഇവരെ ഉൾപ്പെടെ നമ്മൾ നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയുന്ന പോലെ തന്നെ 100% നമുക്ക് എല്ലാവരെയും സ്വർണത്തിൻ്റെയൊക്കെ മാറ്റരിച്ചറിയുന്ന പോലെ അറിയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ രീതിയിൽ ഇത് വളരെ പ്രസക്തമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അടുത്തിടെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പറഞ്ഞതുപോലെ പുള്ളി ഏകദേശം 50,000 രൂപ ക്വാർട്ടർലി ഫീസ് കൊടുത്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ആയിട്ട് ഒരാളുടെ അടുത്ത്, ഒരാളുടെ അടുത്തല്ല, ഒരു ഫേമിൻ്റെ അടുത്ത് ചെന്ന് 50,000 രൂപ ക്വാർട്ടർലി ഫീസ് കൊടുത്തിട്ട് അദ്ദേഹം സർവീസ് അവൈൽ ചെയ്തു. ഇപ്പോൾ ക്വാർട്ടർലി ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്സോ മാത്രമാണെന്നുള്ളത് കരുതരുത്. മ്യൂച്വൽ ഫണ്ടും ഇൻഷുറൻസും അദ്ദേഹത്തിൻ്റെ ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ്, എവിടെയൊക്കെ ഇനിയിപ്പം ബാങ്കിൽ എവിടെ നമ്മൾ പണം ഇടണം, ബോണ്ടുകൾ എതിർക്കണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് അഡ്വൈസറി ആയിട്ട് 50,000 രൂപ ക്വാർട്ടർലി ഫീസ് കൊടുത്തിട്ട് അദ്ദേഹം ആ ഒരു സർവീസ് എടുത്തു. അതൊരു വലിയ ഫീസായിട്ട് പറയുന്നില്ല. പക്ഷേ പിന്നീട് സംഭവിച്ച ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ മൊത്തം സമ്പാദ്യം ഏകദേശം 2 മാസം കൊണ്ട് 50% താഴോട്ട് പോയി എന്നുള്ളതാണ്. കാരണം ബഹുഭൂരിപക്ഷവും ഇദ്ദേഹം നിർദ്ദേശിച്ചത് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലാണ്. അതായത് ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം 75%. ബാക്കിയുള്ളത് കുറച്ച് ഇൻഷുറൻസിലുണ്ട്, അത് ബോണ്ടിലുണ്ട്, അതേപോലെ തന്നെ കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഉണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മ്യൂച്വൽ ഫണ്ടുകളും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും അദ്ദേഹം നിർദ്ദേശിച്ചതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞപ്പം വലിയൊരു നഷ്ടം വന്നു. നഷ്ടം വന്നതിൻ്റെ അകത്തല്ല കുഴപ്പം, ഈ നിർദ്ദേശിച്ച പല സ്റ്റോക്കുകളോ ഒക്കെ പലപ്പോഴും ഒരു ലോങ് ടേം ഇൻവെസ്റ്റർക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ഒരു ആവറേജ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർക്ക് പോലും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിന് തന്നെ ആ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നുള്ളതും മറ്റൊരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ പിന്നീട് തന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത്, ഈ പറഞ്ഞതുപോലെ ഫേം നടത്തുന്ന ആൾ ബേസിക്കലി ഒരു ഇൻഷുറൻസ് ഏജൻറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സർവീസൊക്കെ കൊടുക്കുന്നു, പെയ്ഡാണെങ്കിൽ മാത്രമേ ഒരു വിലയുള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കുറച്ച് കള്ള നാണയങ്ങളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർ ക്രെഡിബിൾ ആണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ എത്ര കാലമായി ഈ ഒരു ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. പലരും പലതരത്തിലും അവർ ക്ലെയിം ചെയ്യും, ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്, 20 വർഷമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവർ എത്ര കാലം ഉണ്ട് എന്നുള്ളത് നമുക്കറിയേണ്ടത് ആവശ്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു അഡ്വൈസർക്ക് അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റിന് സെബി റിസർച്ച് അനലിസ്റ്റോ സെബി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ ആണെങ്കിൽ അദ്ദേഹം എത്ര കാലമായിട്ടുണ്ട് എന്നറിയണമെങ്കിൽ വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ നമ്പർ സെബിയിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അല്ലാത്ത രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സും അനലിസ്റ്റുകളൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും. ഈ കമ്പനി പക്ഷേ എത്ര കാലമായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ആവശ്യമാണ്. കമ്പനിയുടെ ബ്രാൻഡ് നെയിം അല്ല, ആ ഒരു കമ്പനി എത്ര കാലമായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ചെന്നാലൊക്കെ അറിയാം. അപ്പോൾ ഇതുവഴി നമുക്കറിയാം, അവർ ക്ലെയിം ചെയ്യുന്നത് മാത്രമല്ല, അവർ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ ഒരു റിസർച്ച് നടത്തുക. ഇങ്ങനെയുള്ളവരുടെ അഡ്വൈസ് നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡ്വൈസ് എടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ അഡ്വൈസറി ഫീ മാത്രമല്ല, നിങ്ങളുടെ സമ്പാദ്യം തന്നെയാണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില അഡ്വൈസറി ഫേംസൊക്കെ നിങ്ങൾക്കൊരു അഷ്വേർഡ് റിട്ടേൺസ് ഒക്കെ പോലെ പറയും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ 5 വർഷം ഈ സർവീസ് അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം ഏറ്റവും മിനിമം 4 ഇരട്ടിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ പറയുന്നവരെ സത്യത്തിൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യം. കാരണം ഇങ്ങനെ ഉള്ള ഒരു മോഹന വാഗ്ദാനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പലതും ഉണ്ടാകാം. 5 വർഷത്തെ അവരുടെ ഫീസ് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം വെച്ചിട്ട് അവർ ഏതെങ്കിലും തല്ലിപ്പൊളി കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനോ ഉള്ള നിർദ്ദേശങ്ങളാകാം. ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്ക് അദ്ദേഹം പ്രൈവറ്റ് ഇക്വിറ്റിയിലും അൺലിസ്റ്റഡ് കമ്പനികളിലും വരെ ഇൻവെസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം. കാരണം ആ കമ്പനികൾ
പ്രൈവറ്റ് ഇക്വിറ്റിയോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനികളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അൺലിസ്റ്റഡ് കമ്പനികളിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഉടനെ IPOയ്ക്ക് പോകുന്ന കമ്പനികളിലൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാറ്. അല്ലാത്ത രീതിയിൽ ഏത് കാലത്ത് പോകുമെന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് കാര്യമായിട്ട് അറിയാത്ത പ്രൈവറ്റ് കമ്പനികളിൽ ലിസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. അപ്പം അഷ്വേർഡ് റിട്ടേൺസ് എന്നൊക്കെ പറയുന്നവരെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് സുരക്ഷിതം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു കോംപ്രിഹെൻസീവ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഇക്വിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക കമ്പനികളിലുള്ള താല്പര്യം എന്താണെന്ന് കൂടി നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കുക. ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ അഡ്വൈസർ തന്നെ ആ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറൊക്കെ ആണെങ്കിൽ അദ്ദേഹം നിങ്ങളെ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നതിനകത്ത് അത്ഭുതപ്പെടാനില്ല. ആ കമ്പനിയുടെ മെറിറ്റ് നോക്കിയിട്ടോ നിങ്ങൾ നിക്ഷേപം വളരണമോ എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷേ അതിൽ നിക്ഷേപം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യയായിട്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള അഡ്വൈസ് കിട്ടുമ്പോൾ രണ്ട് വട്ടം ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ പണമാണത്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ അഡ്വൈസേഴ്സൊക്കെ ഒരു മോശമില്ലാത്ത ഒരു മാർക്കറ്റ് സൈക്കിൾ കണ്ടവരാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ബെയർ ഫേസ് കൂടെ കടന്നു പോയിട്ടുണ്ടോ, ആ ബെയർ ഫേസ് ഒരു ബെയർ മാർക്കറ്റ് കൂടി കടന്നു പോയി അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ട് അവർ തിരിച്ചു കയറി വന്നതാണോ, അല്ലെങ്കിൽ വളരെ വോളട്ടൈൽ മാർക്കറ്റിൻ്റെ അകത്ത് അവർ ആ വോളട്ടൈൽ മാർക്കറ്റിൻ്റെ അകത്ത് നിലനിന്നോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. ആ വോളട്ടൈൽ മാർക്കറ്റിൻ്റെ അകത്ത് ലാഭം ഉണ്ടാക്കിയൊന്നും ചോദ്യമില്ല. കാരണം ലാഭം ഉണ്ടാക്കാതിരിക്കാം, പക്ഷേ എങ്കിൽ പോലും അവർ നിലനിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു വോളട്ടൈൽ മാർക്കറ്റ് അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലാണ് സത്യം പറഞ്ഞാൽ എത്ര കാലമായി മാർക്കറ്റിൽ അവർ നിലനിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചോദ്യം വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ പലരും പല ബിസിനസ് മാഗസിൻ്റെ അകത്തോ ചിലപ്പോൾ ടെലിവിഷൻ ചാനലുകളിലോ ഈ CNBC TV അതിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട് പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരോ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന അനലിസ്റ്റുകളോ ഒക്കെ ആയിരിക്കാം. ആ ഒരു പേരുകൾ വെച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ ബോർഡായ, അദ്ദേഹത്തിൻ്റെ കമ്പനിയാണിത്, അദ്ദേഹമാണ് ഇതിലെ അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നുള്ള എല്ലാ തരത്തിലുള്ള മീഡിയയ്ക്കും പണം നൽകിക്കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് സപ്ലിമെൻ്റായിട്ടോ അല്ലെങ്കിൽ പണം നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മുഖം കാണിക്കാൻ കഴിയുമെന്നുള്ളൊരു സത്യമാണ്. കാരണം ഈ ഒരു കാര്യം മീഡിയയ്ക്കും അറിയാം. കാരണം കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു മീഡിയയിൽ മുഖം കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു കൊടുക്കൽ വാങ്ങൽ കണക്കുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മീഡിയ ഹൈപ്പിൽ വീണു പോകാണ്ടിരിക്കാൻ നോക്കുക. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്കറിയാം, ഈ മീഡിയയിൽ കണ്ട് വളരെ സുപരിചിതമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അടുത്തിടെ ഒരു വലിയ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പുള്ളിയിൽ എല്ലാവരും വിശ്വാസപൂർവ്വം നിക്ഷേപിച്ചത്. TV-യിൽ എപ്പോഴും 10 തവണ പരസ്യം വരുന്നു, അപ്പോൾ അദ്ദേഹം വളരെ ക്രെഡിബിൾ ആണെന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ കണ്ടമാനം വരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ വെയിറ്റേജ് കൊടുക്കാതിരിക്കുക. മീഡിയയിൽ വരാതിരിക്കട്ടെ. അഞ്ചാമത്തെ കാര്യം, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നത് ഒരു 50%-ലേറെ പേർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസ്യത ഉണ്ടാകുന്ന ഒരു കാര്യം, ഈ പറയുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ് ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ അതിലുള്ള അനലിസ്റ്റോ ആരോ ആകട്ടെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ ജീവിതശൈലിയാണ്. പലപ്പോഴും നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ കഥകൾ പറയുന്നത് പോലെ സോട്ടും കൂട്ടും മെഴ്സിഡസ് ബെൻസിലോ BMW-ലോ ആഡിയിലോ ഒക്കെ വന്ന് ഇറങ്ങുന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം അവരുടെ സർവീസ് നല്ലതായിരിക്കണം എന്നുള്ള ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പുറമോടികളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കണ്ടിട്ടുള്ള മോൺസൺ മാവുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ അടുത്തയിടെ പിടിക്കപ്പെട്ട ആൾ ഉൾപ്പെടെ നിക്ഷേപ തട്ടിപ്പുകളിലും ഇതേപോലെ സർവീസിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യം, ഏകദേശം 50%-ലേറെ ആളുകൾ അവർ വിശ്വസിച്ചതിൻ്റെ കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് മാത്രമാണ്. കാരണം ഇദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും പണമുണ്ടാക്കി 8-10 ആഡംബര കാറുകൾ വാങ്ങി, എങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇദ്ദേഹം ഒരു ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചേർന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒക്കെ പിടിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു 10 കാറിനേക്കാളും കൂടുതൽ ഉള്ള കടബാധ്യത അവർക്കുണ്ടായിരുന്നു. അപ്പോൾ കടം വാങ്ങിച്ചിട്ട് കാർ വാങ്ങിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ഒരു ഫാക്ടറായിട്ട് നമ്മൾ കണക്കാക്കരുത് എന്നുള്ളതാണ്. അവസാനത്തെ കാര്യം, നിങ്ങൾ ഒരു
ആളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര കാലമായി എന്നുള്ളതൊരു ഫാക്ടർ തന്നെയാണ്. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവർ എത്ര റിട്ടേൺസ് നൽകി കൺസിസ്റ്റൻ്റായിട്ട്, ഇവരുടെ അഡ്വൈസറി കൊണ്ട് എത്ര കൺസിസ്റ്റൻ്റായിട്ടുള്ള റിട്ടേൺസ് നൽകി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക, ഒരാൾക്കും 100% എന്താ പറയുക എല്ലാം അഡ്വൈസസും ശരിയാക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്നത് ആകെ 2 പേർക്കേ ഉള്ളൂ. ഒന്നൊരു വലിയൊരു നുണയനും പിന്നെ ദൈവത്തിനും മാത്രമേ കഴിയുള്ളൂ. വേറെ ആർക്കും നമുക്ക് പ്രത്യേകിച്ച് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു നിക്ഷേപത്തിൻ്റെ അഡ്വൈസസും പ്രത്യേകിച്ച് ഷോർട്ട് ടേമിലേക്കൊക്കെ ആണെങ്കിൽ ഒരിക്കലും കറക്റ്റാകില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ പറയാറ് ദൈവത്തിന് മാത്രമേ കഴിയൂ, അല്ലെങ്കിൽ ഏറ്റവും വലിയ നുണയന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ഓവർ എ പീരീഡ് എന്ന് പറയുമ്പോൾ 2 വർഷവും 3 വർഷവും അല്ല, ഒരു 5 വർഷം, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇവരുടെ പെർഫോമൻസ് എന്താണ് എന്നുള്ളത്. കൂടാതെ ഇങ്ങനെയുള്ളത് വളരെ ക്രെഡിബിളായിട്ട് നല്ല രീതിയിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ നടത്തുന്നവർ, അവരോട് അവരുടെ ഒരു 4-5 ക്ലയൻസിൻ്റെ ഫീഡ്ബാക്ക് ചോദിച്ചാലോ, ക്ലയൻസിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചാലോ ഇങ്ങനെയുള്ളവരൊന്നും തരാൻ ഒരിക്കലും മടിക്കാറില്ല. പിന്നെ നമുക്ക് വെബ്സൈറ്റിൽ നോക്കിയാലും പലരെക്കുറിച്ചുള്ളൊരു ഫീഡ്ബാക്സും റിവ്യൂസൊക്കെ കാണാം. അതുകൂടെ നിങ്ങൾ റിസർച്ചും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുക. കാരണം നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾ കൊടുക്കുന്ന അഡ്വൈസറി ഫീ മാത്രമല്ല, അതിൻ്റെ കൂടെ നിങ്ങളുടെ സമ്പാദ്യം തന്നെയായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.